അതുകൊണ്ട് തന്നെ മാറി 4 സീറ്റായിരിക്കും ചോദിക്കുക. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ജേക്കബ് വിഭാഗം വ്യക്തമാക്കുന്നു. സോഷ്യലിസ്റ്റ് ജനത 12 സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നതാണ്. ജനങ്ങളുടെ ആവശ്യത്തിന് തീരുമാനമെടുക്കുക തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രാരംഭ ചർച്ചകൾ നേരത്തെ നടന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങളിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും. പാർട്ടി കോർ കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പാലക്കാട് ഭൂരിപക്ഷത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും സ്ഥാനീകരണ വിവാദം പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ VK ശേഖരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. കാസർഗോഡ് ജയലക്ഷ്മി ഭട്ടിനെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായിരുന്നെങ്കിലും ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ഇപ്പോഴും തുടരുന്നു. MT രമേശ് മത്സരിക്കുന്ന കാര്യത്തിലും കോർ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങൾ തീരുമാനമെടുക്കും. 6 മണ്ഡലങ്ങളെ 70 മണ്ഡലങ്ങളായി 34 മണ്ഡലങ്ങളെ 7 മണ്ഡലങ്ങളായി പരിഗണിച്ചുള്ള പ്രചാരണം തുടങ്ങാനാണ് BJPയുടെ തീരുമാനം. തിരുവനന്തപുരം. രാജി സമർപ്പിക്കുന്നതിനായി DMKയുടെ കേന്ദ്രമന്ത്രിമാർ ദില്ലിയിലേക്ക് പുറപ്പെട്ടു. ഉച്ചയോടെ പ്രധാനമന്ത്രിക്ക് രാജി നൽകിയേക്കും. വിശദാംശങ്ങളുമായി വിമൽ റോയ് ചെന്നൈയിൽ നിന്നും ചേരുന്നു. വിമൽ, എത്ര മണിയോടുകൂടി പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്? ഇനി എന്തെങ്കിലും ചർച്ചകൾ ദില്ലിയിൽ വെച്ചുണ്ടാകുമോ? മന്ത്രിമാരാണ് ഇപ്പോൾ ഉച്ചയോടെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് തന്നെ രാജി സമർപ്പിക്കാനാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസുമായി യാതൊരു വിധമായി ചർച്ചയ്ക്കുമില്ലെന്നാണ് പട്ടിക വൃത്തങ്ങൾ ചെന്നൈയിൽ പറഞ്ഞിരിക്കുന്നത്. തനിയെ മത്സരിക്കാൻ തന്നെയാണ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. DMKയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വഷളായതിനിടെയാണ് CBI കനിമൊഴി ചോദ്യം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. മുമ്പ് കടയിലെ TVയുടെ ഓഫീസിലും CBI റെയ്ഡ് നടത്തിയിരുന്നു. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഇടനിലക്കാരിയായി പ്രവർത്തിച്ച നീര റാഡിയെയും CBI ചോദ്യം ചെയ്തിരുന്നു. രാജ്യത്ത് ദയാവധം അനുവദിക്കണമോ എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി കഴിയുന്ന അരുണ ഷാബാസിനെ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സുഹൃത്തായ പിങ്കി ഇറാനിയാണ് സുപ്രീം കോടതി സമീപിച്ചത്. അരുണ രാമചന്ദ്രൻ ഷാബാസ് രാഷ്ട്രപതി മുംബൈ. ഈ മേൽവിലാസത്തിൽ 37 വർഷമായി കാഴ്ചയും നീതിയും സംസാര ശേഷിയും നഷ്ടപ്പെട്ട് ചിന്താശേഷി പോലും ഇല്ലാതെ അരുണ ഇവർ കഴിയുകയാണ്. കിങ് എഡ്വേർഡ് ആശുപത്രിയിൽ നഴ്സായിരുന്ന അരുണ 1973 നവംബർ 23-നാണ് ബലാത്സംഗത്തിലും കൊലപാതക ശ്രമത്തിലും ഇരയായത്. പ്രതിയുടെ ആക്രമണത്തിൽ തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ പ്രതികരണശേഷി പൂർണ്ണമായും നഷ്ടമായി. അരുണയ്ക്ക് ദയാവധം അനുവദിക്കണമെന്ന വാദത്തെ ആശുപത്രി അധികൃതർ എതിർത്തു. ഇനിയും എപ്രകാലം വേണമെങ്കിലും അരുണയെ സംരക്ഷിക്കാൻ തയ്യാറാണ് ഇവർ. സുപ്രീം കോടതി അറിയിച്ചു. അരുണയുടെ സ്ഥിതി പരിശോധിച്ച ഡോക്ടർമാരുടെ സമിതിയെ ഇവർ നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കോടതി നൽകുക. ഇപ്പോൾ 64 വയസ്സുള്ള അരുണയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. ഫോൺ ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചുവെന്നും പിങ്കി ഇറാനിയുടെ അഭിഭാഷകൻ വാദിച്ചു. ന്യൂസ് ഡെസ്ക്. സാമൂഹ്യ കേസ് ഇന്ന് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും. കേസിൽ പുനരന്വേഷണം വേണമെന്ന് നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം തന്റെ വാദങ്ങൾ ചിലർ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് കേസിലെ 2ാം പ്രതി PK ശിവസഭ കോടതിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആത്മീയത്തിന് വഴിമാറും. സൈന്യവും പ്രക്ഷോഭകരും തമ്മിൽ പലയിടത്തും തെരുവ് യുദ്ധമാണ് നടക്കുന്നത്. നേരത്തെ സൈന്യം പിടിച്ചെടുക്കുമെന്ന് അവകാശപ്പെട്ട പല നഗരങ്ങളും ഇപ്പോഴും പ്രക്ഷോഭകരുടെ നേതൃത്വത്തിൽ തന്നെ തുടരുകയാണ്. തോബ്രുക്ക്, റാസ്ലനം, മിസ്രാത്ത, സൗദിയ തുടങ്ങിയ നഗരങ്ങളിൽ പ്രക്ഷോഭങ്ങളുടെ നിയന്ത്രണം സാക്ഷികളെ വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു.
ഫ്ലാറ്റയിലും റാഫ്ലനസിലും രൂക്ഷമായ പോരാട്ടം തുടരുകയാണ്. അതേസമയം ബിൻ ജവാദ് നഗരത്തിൽ നിന്ന് പിന്മാറിയതായി പ്രതിപക്ഷം സമ്മതിച്ചു. എന്നാൽ പിന്മാറ്റം താൽക്കാലികം മാത്രമാണ്. കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരുമെന്ന് പ്രക്ഷോഭകർ അറിയിച്ചു. ട്രിപ്പോളിയിൽ കനത്ത പോരാട്ടം നടന്നു. സംഘർഷത്തിൽ മിക്ക പ്രദേശത്തും അനേകം പേർ മരിച്ചതായാണ് സൂചനകൾ. എന്നാൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. പ്രതിപക്ഷ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ വാർത്താവിനിമയ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടേക്കുള്ള റോഡുകൾ ഗതാഗത അനുകൂലികൾ അടച്ചിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നിയന്ത്രണത്തിലുള്ള പല പ്രദേശങ്ങളിലും വൻ ആഘോഷ പ്രകടനങ്ങൾ നടന്നു. തലസ്ഥാനമായ ട്രിപ്പോളിയിൽ വലുതും ചെറുതുമായി ഏതാനും ഗതാഗത അനുകൂല പ്രകടനങ്ങൾ നടന്നു. ഇന്റർനാഷണലിന്റെ ഏഷ്യാനെറ്റ് ന്യൂസ്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പോളിസി. പ്രതിമാസ പ്രീമിയം തുക നിങ്ങളുടെ ഇഷ്ടം. 250 ഇരട്ടിലെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ ആവശ്യങ്ങളും തീർന്നിരട്ടെ. Yeah.